ഹലോ, ഗുഡ് ഈവനിങ്. മിഷൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ എല്ലാ ലീഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കളരി വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി ദിവസവും നടത്തി വരാറുള്ള മൺഡേ വൺ പ്രൊഡക്റ്റ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് യൂറി ഫ്ലഷ് ആണ്. യൂറി ഫ്ലഷ് 3, അതുപോലെ തന്നെ യൂറി ഫ്ലഷ് ക്യാപ്സ്യൂൾ. പിന്നെ യൂറി ഫ്ലഷ് എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് യൂറിനെ ഫ്ലഷ് ആക്കുന്നത് എന്നുള്ളത്. അതായത് യൂറിനുള്ള മാലിന്യങ്ങളെ ഫ്ലഷ് ചെയ്യുന്നു, അതായത് പുറന്തള്ളപ്പെടുന്നു. അതുവഴി നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യൂറി ഫ്ലഷ് 3 ലിക്വിഡും യൂറി ഫ്ലഷ് ടാബ്ലറ്റ്സും വന്നിരിക്കുന്നത്. അതായത് എലമെൻസിൻ്റെ യൂറി ഫ്ലഷ് ലിക്വിഡും യൂറി ഫ്ലഷ് ടാബ്ലറ്റ്സും വന്നിരിക്കുന്നത്. വൃക്കകളുടെ കർമ്മം എന്താണെന്ന് നോക്കാം. വൃക്കകളെ നമ്മുടെ ശരീരത്തിലെ ഫിൽറ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന പോലെ ഒരു ഫിൽറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററാണ് വൃക്ക. അപ്പം നമ്മുടെ രക്തത്തെ അരിച്ചെടുത്ത് ചെറിയൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് ആവശ്യമുള്ള സാധനങ്ങളെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും അവയവങ്ങളിലേക്ക് ഊർജോൽപാദനത്തിനും പോഷകങ്ങൾക്കും കൊണ്ടുപോകാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ആവശ്യമില്ലാത്തെന്ന് പറയുമ്പോൾ സോഡിയം, പൊട്ടാഷ്യം, യൂറിയ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തള്ളപ്പെടാനും വലിയൊരു പങ്ക് വഹിക്കുന്നു വൃക്ക. അത് ആവശ്യമില്ലാത്ത അരിച്ചെടുത്ത് അത് മൂത്രമായിട്ട് പുറത്തേക്ക് തള്ളപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് വൃക്ക. അതുപോലെ തന്നെ രക്തത്തിലെ pH ലെവൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് വൃക്ക. എന്താണ് സ്റ്റോൺസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ. നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നുണ്ടെന്ന്. അങ്ങനെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് കല്ലായിട്ട് മാറുന്നത്. അതിനെയാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള കിഡ്നി സ്റ്റോൺ ആണ് ഉള്ളതെന്ന് നോക്കാം. 3 തരത്തിലുള്ള കിഡ്നി സ്റ്റോൺ ആണ് ഉള്ളത്. 1 കാൽസ്യം ഓക്സലേറ്റ്, 2 സ്റ്റൂവൈറ്റ്, 3 യൂറിക് ആസിഡ് സ്റ്റോൺസ്. യൂറി ഫ്ലഷ് 3 എന്ന് പറയുന്നത് 3 തരത്തിലുള്ള സ്റ്റോൺസ് എന്നാണ് അർത്ഥമാക്കുന്നത്. കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫറേറ്റ് ആണ് ഇതിൽ കൂടുതലും കാണുന്നത്. 3 തരത്തിലുള്ള കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പൊടിച്ചു കളയാനുള്ള കർമ്മം നിർവഹിക്കുന്നതാണ്. അതായത് 3 തരത്തിലുള്ള കല്ലുകളും പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊടിച്ച് കളയുന്നു, അത് പൊടിച്ച് പുറത്തേക്ക് കളയുന്നു. പിന്നെ അതായത് യൂറി ഫ്ലഷ് ലിക്വിഡും യൂറി ഫ്ലഷ് ക്യാപ്സ്യൂളും ഓരോ സ്റ്റോൺസും എപ്രകാരമാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം നമുക്ക്. അതിലൊന്ന് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ്. അത് 60.5% ആൾക്കാരിലും കാണുന്ന സ്റ്റോണാണ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ. അത് മൂത്രം അസിഡിക്കോ ആൽക്കലൈനോ ആവുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റൂവൈറ്റ് സ്റ്റോൺ. 23.3% ആളുകളിലുമാണ് സ്റ്റൂവൈറ്റ് സ്റ്റോൺ കാണുന്നത്. അത് കൂടുതലായും കിഡ്നിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റൂവൈറ്റ് സ്റ്റോൺ കാണുന്നത്. മൂന്നാമത്തേത് യൂറിക് ആസിഡ് സ്റ്റോൺസ്. ഇത് 15.1% ആളുകൾ ഉണ്ടാകുന്നത്. അത് മൂത്രം കുറച്ച് അസിഡിക്ക്, അതായത് ആസിഡ് ആകുമ്പോഴാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാകുന്നത്. പിന്നെ അതായത് എത്ര ആൾക്കാർക്കാണ് ഈ സ്റ്റോൺസ് ബാധിച്ചിട്ടുള്ളത് എന്ന് നോക്കാം നമുക്ക്. 15 കോടി ഇന്ത്യക്കാരെയാണ് കിഡ്നി സ്റ്റോൺ ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 6 പുരുഷന്മാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് വീതമാണ് ഈ കിഡ്നി സ്റ്റോൺ ബാധിച്ചിട്ടുള്ളത്. 10% കിഡ്നി സ്റ്റോൺ വന്ന ആൾക്കാരിൽ അത് പിന്നീട് മാരകങ്ങളായ അവസ്ഥയിലേക്കാണ് കടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നാൽ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ അവരറിയുന്നില്ല അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നത്. തുടക്കത്തിൽ അതിന് വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഗുരുതരമായ ഒരവസ്ഥയിലെത്തുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ സമയത്താണ് അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന് അറിയുന്നത്. സ്റ്റോൺ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നോക്കാം.
നമ്മൾ പറഞ്ഞു ശരീരത്തിൽ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ സ്റ്റോൺസ് ഉണ്ടാവുന്നുള്ളു. അതുപോലെ തന്നെ ജലത്തിലെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴും പിന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോഴും കിഡ്നി സ്റ്റോൺ, യൂറിൻ സ്റ്റോൺ എന്നിവ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ യൂറി ഫ്ലഷ് ലിക്വിഡിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. അതായത് ഞെരിഞ്ഞില്, മുതിര, ഷിഗലി, അതായത് കുന്തിരിക്കം, മഞ്ഞൾ, ചെറുള, കന്മദം, അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ ലിക്വിഡിൽ അടങ്ങിയിട്ടുണ്ട്. ഞെരിഞ്ഞിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് ആ ജലത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നതാണ് ഞെരിഞ്ഞിൽ. അതുപോലെ മുതിര, സ്റ്റോൺസിനെ പൊടിച്ച് കളയാനുള്ള കഴിവുണ്ട് മുതിരയ്ക്ക്. അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഒക്കെ വന്ന ആൾക്കാരോട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും മുതിര കഴിക്കാനാണ്. പിന്നെ കുന്തിരിക്കം ഒരു വേദന സംഹാരിയാണ്. ഈ കിഡ്നി സ്റ്റോണൊക്കെ വന്ന ആൾക്കാർക്ക് നമുക്കറിയാം, അവരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവർക്ക് ഭയങ്കര വേദനയായിരിക്കും കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ. അപ്പം വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുന്തിരിക്കം ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞൾ ഒരു ആൻറ്റിബയോട്ടിക് കർമ്മമാണ് ചെയ്യുന്നത്. മൂത്രം പല ഭാഗങ്ങളിലേക്ക് കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണ് മഞ്ഞൾ. അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മഞ്ഞളിൻ്റെ ധർമ്മം. ചെറുള ഒരു മൂത്രളമായിട്ടാണ് മൂത്രത്തെ പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അതുപോലെ കന്മദം മൂത്രാശയ സംബന്ധമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്ന ഒരു ഔഷധമാണ് കന്മദം. അതുപോലെ നമ്മുടെ ടാബ്ലറ്റ്സ്, ക്ഷാരകർമ്മം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ടാബ്ലറ്റ്സ്. 5000 രോഗികൾ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ടാബ്ലറ്റ്സ്. 4 mm മുതൽ 9 mm വരെയുള്ള സ്റ്റോൺസിനെ വളരെ നല്ല രീതിയിൽ പൊടിച്ച് മൂത്രത്തിൽ കൂടി പുറത്തേക്ക് കളയാൻ കഴിവുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ടാബ്ലറ്റ്സ്. അതായത് കിഡ്നിയെ ബാധിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ. ടാബ്ലറ്റ്സിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. 3 തരത്തിലുള്ള ക്ഷാരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അവമാർക്ക ക്ഷാരം, കദളി ക്ഷാരം, യവക്ഷാരം. ഇത് സ്റ്റോണിനെ പൊടിച്ച് കളയുന്നു, ഇത് 3. പിന്നെ സ്റ്റോൺ വന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ നമ്മുടെ ടാബ്ലറ്റ്സിന് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ യൂറിനെ ആൽക്കലൈൻ ആക്കാനുള്ള എഫക്റ്റാണ് നമ്മുടെ ടാബ്ലറ്റ്സിനുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റിൽ പുനർനവയും വരുണയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുനർനവ എന്ന് വെച്ചാൽ തഴുതാമ. മൊത്തത്തിൽ കിഡ്നിയുടെ ഒരു സംരക്ഷണമാണ്. മൊത്തത്തിലായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ, അതായത് കിഡ്നിയെ തന്നെ സംരക്ഷിക്കുന്നതാണ് തഴുതാമ. കിഡ്നിയുടെ ഒരു ഫങ്ഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് ആണ് തഴുതാമയ്ക്കുള്ളത്. സ്റ്റോൺസിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വളരെ നല്ല ഔഷധമാണ് ഇത് നമ്മുടെ കയ്യിലുള്ള ടാബ്ലറ്റ്സ്. അതായത് സ്റ്റോൺസ് വന്ന ആൾക്കാർക്ക് വീണ്ടും വരാതിരിക്കാൻ ഡോക്ടേഴ്സ് കാണിച്ചാൽ ഡോക്ടർ പറയും ഇത് വന്ന ആൾക്കാർക്ക് വീണ്ടും വരുമെന്ന് പറയും. പക്ഷെ നമ്മുടെ ടാബ്ലറ്റ്സ് വീണ്ടും വരുന്നതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബ്രേക്ക് ചെയ്യും, അതായത് വീണ്ടും വരുന്നതിൽ നിന്ന് തടയും. യൂറി ഫ്ലഷ് ലിക്വിഡും ടാബ്ലറ്റ്സും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ലിക്വിഡ് ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിച്ച് ജലത്തിലൂടെ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് ലിക്വിഡ് ചെയ്യുന്നത്. ടാബ്ലറ്റ്സ് ആണെങ്കിൽ സിഡ്രേറ്റ് പ്രൊഡക്ഷനെ വർദ്ധിപ്പിച്ച് ഒരു ആൽക്കലൈൻ നേച്ചറാണ് മൂത്രത്തിന് നൽകുന്നത്. ലിക്വിഡ് കല്ലിനെ പൊടിച്ച് കളയുന്നു, ടാബ്ലറ്റ്സും പൊടിച്ച് കളയുന്നുണ്ട്. എന്നാൽ ഒരു ബോണ്ടിങ് ആണ് ടാബ്ലറ്റ്സിനുള്ളത്. ഇത് വീണ്ടും കൂടിച്ചേരുന്നതിൽ നിന്ന് ഇതിനെ ഒഴിവാക്കുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന്. അതായത് വീണ്ടും നമുക്ക് വരാതിരിക്കാൻ ടാബ്ലറ്റ്സ് സഹായിക്കുന്നു. അത് വീണ്ടും മാലിന്യങ്ങൾ അടിഞ്ഞു കൂടാതിരിക്കാനും ഒക്കെ ടാബ്ലറ്റ്സ് നമുക്ക് സഹായിക്കുന്നു. ക്യാപ്സ്യൂളിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് ക്യാപ്സ്യൂള്. ലിക്വിഡ് ആണെങ്കിൽ 10 ml വീതം രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം കഴിക്കുക. അതായത് അസഹ്യമായ വേദന ഉണ്ടെങ്കിൽ അത് 3 നേരമാക്കിയിട്ട് കഴിക്കാം. പിന്നെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം 1 ടാബ്ലറ്റ്സ് വീതം കഴിക്കുക 2 നേരമായിട്ട്. അത് 3 ആഴ്ച കഴിച്ചതിന് ശേഷം സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എത്ര വേണം അവർക്ക് കൊടുക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുക.
പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ലിക്വിഡും ടാബ്ലറ്റ്സും കഴിക്കുമ്പോൾ 2 മുതൽ 3 ലിറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. പിന്നെ വെള്ളം കുടി ഒട്ടും 2 മുതൽ 3 ലിറ്റർ വരെ പറയുന്നു, അതിൽ കൂടുതൽ കുടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ വെള്ളം കുടി ഒട്ടും കുറയാൻ പാടില്ല. മറ്റൊരു കാര്യം, കല്ലിൻ്റെ വലിപ്പം 10 mm കൂടുതലാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ലിക്വിഡും ക്യാപ്സ്യൂളും നിർദ്ദേശിക്കരുത്. അവർക്ക് ചികിത്സയാണ് ആവശ്യം. ആ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ എന്താണ് പറയുന്നത് അതുപോലെ മരുന്ന് കഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ലിക്വിഡും ക്യാപ്സ്യൂളും നൽകാവുന്നതാണ്. എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു യൂറി ഫ്ലഷിൻ്റെ ക്യാപ്സ്യൂളും ലിക്വിഡും ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്കത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ പിന്നെ നല്ലൊരു മാർക്കറ്റിങ് ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എൻ്റെ പേര് സുജാതയാണ്. ഞാനിപ്പം വന്നിട്ട് 2 മാസത്തിലേറെയായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. അപ്പം ഇപ്പോൾ സിൽവർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. പിന്നെ കൊടുത്തിട്ട് പരിചയമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ കാര്യങ്ങൾ പറയും, എന്നയാൾക്ക് കൊടുത്തു, എത്ര ദിവസം കൊടുത്തു, എന്തൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടി എന്നൊക്കെയുള്ള ഒരു വിവരണം ഒന്ന് തരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.